മകനെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരമ്മ നടത്തിയത് 14 വർഷം നീണ്ട പോരാട്ടം. മകൻ്റെ ഘാതകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുമ്പോൾ പാലക്കാട് പെരുവെമ്പിലെ രുക്മിണി അമ്മയ്ക്ക് അമിതാഹ്ലാദമൊന്നുമില്ല. ഇനിയൊരമ്മയ്ക്കും ഈ ഗതി ഉണ്ടാകരുതെന്ന് മാത്രമാണ് അവർ പറയുന്നത്. പെരുവെമ്പ് സ്വദേശി രാജേന്ദ്രനെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് 2010 മാർച്ച് 9-നാണ്. പെരുവെമ്പിലെ ആൾക്കൂട്ട കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഭർത്താവ് നേരത്തെ മരിച്ച രുക്മിണിക്ക് ആകെ ആശ്രയം മാനസിക വൈകല്യമുണ്ടായിരുന്ന മകൻ രാജേന്ദ്രൻ മാത്രമായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന രാജേന്ദ്രൻ വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. 2010 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. നേരത്തെ രാജേന്ദ്രന്റെ വീടിന് സമീപത്തെ ഓലപ്പുര മറ്റാരോ കത്തിച്ചിരുന്നു. രാജേന്ദ്രനാണ് ഓലപ്പുര കത്തിച്ചതെന്ന് ആരോപിച്ചാണ് സംഭവ ദിവസം നാട്ടുകാർ ഇയാളെ മർദ്ദിച്ചത്. രാത്രി 9 മണിക്കാണ് പ്രതികൾ രാജേന്ദ്രനെ ആദ്യമായി മർദ്ദിക്കുന്നത്. തുടർന്ന് പുലർച്ചെ 2 മണിയോടെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. 2:30 വരെ ഇത് തുടർന്നു. പുലർച്ചെ 5 മണിക്ക് പോലീസ് സംഭവ സ്ഥലത്തെത്തിയപ്പോഴേക്കും രാജേന്ദ്രൻ മരിച്ചിരുന്നു. കേസിലെ പ്രതികളായ വിജയൻ, കുഞ്ചപ്പൻ, ബാബു, മുരുകൻ, മുത്തു, രമണൻ, മുരളീധരൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. രാജേന്ദ്രന്റെ അമ്മ രുക്മിണി നടത്തിയ പോരാട്ടമാണ് പ്രതികളെ നിയമത്തിനു മുന്നിൽ എത്തിച്ചത്. കേസിൽ ശിക്ഷ ലഭിച്ച മുഴുവൻ പ്രതികളെയും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 പാലക്കാട്.